നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രത്തിൽ ആദ്യമായി അധികാരം പിടിച്ചെടുത്ത ബി.ജെ.പി. രാഷ്ട്രീയ തന്ത്രജ്ഞതയും അനുഭവ പരിചയവും മുൻനിർത്തി അഡ്വക്കേറ്റ് വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് RSS നിലപാട് കണക്കിലെടുത്താണ്. മുൻ DGP R ശ്രീലേഖയുടെ പേര് മേയർ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും സഭയ്ക്കകത്ത് ഇടത് വലത് മുന്നണികളുടെ ശക്തരായ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ രാജേഷിനെ പോലൊരു രാഷ്ട്രീയ നേതാവ് തന്നെ വേണമെന്ന RSS നിലപാടാണ് അവസാന നിമിഷം നിർണായകമായത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്ത ശ്രീലേഖയെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവസാന നിമിഷം വരെ മേയർ അയക്കുമെന്ന പ്രതീക്ഷ വച്ചാണ് അവസാനം വി രാജേഷിനെ മേയറാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ അവസാന ഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും പാർട്ടി തീരുമാനങ്ങളും തിരിച്ചടിയായത് ശ്രീലേഖയെ ചൊടിപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖരനും അതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ നേതൃത്വത്തിനെല്ലാം ശ്രീലേഖയെ മേയറാക്കണമെന്നതായിരുന്നു താല്പര്യം. എന്നാൽ RSSന്റെ ഒരൊറ്റ നിർദ്ദേശമാണ് വി രാജേഷിനെ മേയറാക്കിയാൽ മതി എന്നുള്ളത്. കാരണം ഭരണപരിചയവും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പ്രസംഗിക്കാനുള്ള ഇതെല്ലാം രാജേഷിൽ ഉണ്ട് എന്ന് കണ്ടിട്ടാണ് RSS അവസാന നിമിഷം വി രാജേഷിന്റെ പേരും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആശാനാഥിന്റെ പേരും പരിഗണിച്ചത്. അവസാന നിമിഷം ശ്രീലേഖയെ മേയറായി പുറത്തേക്ക്, അതായത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ ഇരുന്നതോടെ ശ്രീലേഖ അതിർത്തി പ്രകടിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത. അത് കേന്ദ്ര നേതൃത്വത്തെ തന്നെ അതിർത്തി പ്രകടിപ്പിച്ചു. അങ്ങനെ BJP കേന്ദ്ര നേതൃത്വം അടിയന്തരമായി തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ നേരിട്ട് ശ്രീലേഖയുമായി സംസാരിച്ചിരിക്കുന്നു. നരേന്ദ്രമോദിയോ അമിത്ഷായോ ശ്രീലേഖയുമായി സംസാരിച്ചു എന്നാണ് അനൗദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിയിലോ ശ്രീലേഖയെ പരിഗണിക്കാനാണ് നിലവിൽ BJPയിലെ ധാരണ. കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ മുഖമായിരുന്ന ശ്രീലേഖയുടെ അതിർത്തി ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്രം നേരിട്ട് അനുനയ ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നത്. ശ്രീലേഖയെ സമാധാനിപ്പിക്കാനായി വമ്പൻ വാഗ്ദാനങ്ങളാണ് BJP ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായ സീറ്റ് ഉൾപ്പെടെയുള്ള പദവികൾ നൽകുന്നത് പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. കൂടാതെ കേന്ദ്ര തലത്തിൽ മറ്റേതെങ്കിലും നിർണായകമായ ഉത്തരവാദിത്തങ്ങൾ നൽകി അവരെ സജീവമായി പാർട്ടിയിൽ നിലനിർത്താനാണ് കേന്ദ്ര നേതാക്കളുടെ നീക്കം. വരും ദിവസങ്ങളിലെ ചർച്ചകൾക്ക് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ കേവലം ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുകയാണ് BJP. അതായത് സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ 100 അംഗ കൗൺസിലിൽ 50 കൗൺസിലർമാരുള്ള BJPക്ക് ഇതോടെ 51 പേരുടെ പിന്തുണയായി കഴിഞ്ഞു. വി രാജേഷാണ് BJPയുടെ മേയർ സ്ഥാനാർത്ഥി. GS ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. മേയർ സ്ഥാനത്തേക്ക് LDFും അതോടൊപ്പം തന്നെ UDFും മത്സരിക്കുന്നുണ്ട്. RP ശിവജി ഇടതുമുന്നണിക്കായും KS ശബരിനാഥൻ UDFനായും മത്സരിക്കും. LDFന് 29ഉം UDFന് 19ഉം അംഗങ്ങളാണ് ഉള്ളത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തിരുവനന്തപുരം നഗരം, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്ത് ഒരു ചരിത്രത്തിലേക്കാണ് പോകുന്നത്. ഇനി വികസനത്തിന്റെ നാളുകളായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ 45 ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി വികസനത്തിന്റെ മാർഗരേഖ തന്നെ പുറത്തേക്ക് വിടും എന്ന് തന്നെ BJP പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു.